ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പവിത്രത്തിൽ വരുന്ന ദിവസങ്ങളിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അത് നമ്മുടെ വരുണ് കുത്തേറ്റു, അത് നമ്മുടെ വിക്രമാണ് കുത്തിയതെന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് വന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദീപ്തി തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് നമ്മുടെ വേദയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് തൻ്റെ ചേട്ടനും ചന്ദ്രശേഖരൻ അങ്കിളും കൂടി നടത്തിയ പണിയാണെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. പക്ഷെ തെളിവ് സഹിതം പിടിച്ചാൽ മാത്രമാണ് ഇവരെ നമ്മുടെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ വേദയ്ക്ക് അറിയാം. അപ്പോൾ വേദ വേഗം തന്നെ രാജേട്ടനെ വിളിച്ചിട്ട് പറയണം, രാജേട്ട, ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് മിക്കവാറും വിക്രത്തിനെതിരെ വരാനാണ് സാധ്യത. അപ്പോൾ വേഗം തന്നെ രാജേട്ടൻ വിക്രത്തിനെ ഇവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് വേദയ്ക്ക് തന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വേദ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ശ്രീകാന്തും ചന്ദ്രശേഖരൻ അങ്ങളും കൂടി ഫോണിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നതാണ്, ചന്ദ്രശേഖരൻ അങ്കിളിനോട് പറയുകയാണ്, എന്തായാലും വിക്രത്തിൻ്റെ ശല്യവും വരുണിൻ്റെ ശല്യവും നമുക്ക് ഓരോ സമയത്ത് തന്നെ ഇല്ലാതെയാവുകയാണ് അച്ഛാന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് പറയുന്നുണ്ട്, വരുൺ മരിച്ച ദീപ്തിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ആ പേരും പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ ജയിലിലും അയക്കാം. അപ്പോൾ പിന്നെ വേദനെ നമുക്ക് മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ വേദ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അവൾ വല്ല കേസായിട്ട് മുന്നോട്ട് പോയാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, കേസായിട്ട് മുന്നോട്ട് പോയി അവൾ ഫോണും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്താൽ ഞാൻ അവളുടെ പേരിൽ എടുത്തേക്കണ സിമ്മല്ലേ, അപ്പോൾ അതിൻ്റെ എന്ത് വന്നാലും അവളുടെ തലയിലേക്ക് തന്നെയാണ് വരുള്ളൂ എന്നൊക്കെ അങ്കിളിനോട് ഇങ്ങനെ നമ്മുടെ വിക്രം പറയാണ് കേട്ടോ. അപ്പോൾ വേദ ഇതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ അച്ഛനും ചേട്ടനും കൂടിയിട്ട് നല്ല പണിയാണ് തനിക്കെതിരെ വെക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പിനോട് ഒരു തരം പോലും സ്നേഹമില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഇതിന് തെളിവ് സഹിതം കാണിക്കണം. പക്ഷേ അതിനുള്ള തെളിവുകൾ ഇനിയും തന്നാൽ മാത്രമാണ് ഇനി നമുക്ക് വിക്രത്തിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇന്ന് വേദ മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്തായാലും വേദയ്ക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ശ്രീകാന്തിൻ്റെ പുതിയ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വേദ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.